നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 100% പദ്ധതി വിഹിതം ചെലവഴിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമതെത്തി. സംസ്ഥാനത്ത് 2ാം സ്ഥാനവും കോതമംഗലം കരസ്ഥമാക്കി. മുൻകാലങ്ങളിൽ ഏറെ പിന്നിലായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് തിളക്കമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെയാണ് മുൻനിരയിലേക്ക് കുതിച്ചെത്തിയത്. നാടിനും നാട്ടുകാർക്കും അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാവുന്ന ഉജ്ജ്വല നേട്ടമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൈപ്പിടിയിൽ ഒതുക്കിയത്. 100% പദ്ധതി തുക ചെലവഴിച്ച് ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാനത്ത് 2ാം സ്ഥാനവും കോതമംഗലം സ്വന്തമാക്കി. ട്രഷറിയിൽ നൽകിയിട്ടുള്ള എല്ലാ ബില്ലുകളും പാസ്സായിരുന്നുവെങ്കിൽ സംസ്ഥാന തലത്തിലും കോതമംഗലം തന്നെ ഒന്നാമതെത്തുമായിരുന്നു. നിലവിലുള്ള ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തും ജില്ലയിലും വളരെ പിന്നിലായിരുന്നു ഈ ബ്ലോക്ക്. ഊർജ്ജസ്വലമായ നിരവധി പദ്ധതികളുടെ നടത്തിപ്പിലൂടെയാണ് ഇത്തവണ കോതമംഗലം മുൻനിരയിൽ എത്തിയതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് PAM ബഷീർ മീഡിയ 60യോട് പറഞ്ഞു. സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. പദ്ധതി തുക ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ 10 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് 15 ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ പദ്ധതി പ്രവർത്തനങ്ങൾ എപ്പോഴും മന്ദീഭവിച്ച നിലയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനകീയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2023-24 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതൽ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, പ്രത്യേകിച്ച് ഭരണസമിതിയുടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികൾ, നാട്ടുകാർ, അവരുടെയൊക്കെ വലിയ പിന്തുണയോടുകൂടിയാണ് ഈ സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ട്രഷറിയിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ തുകയും പാസ്സായാൽ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും അടക്കമുള്ള എല്ലാവരുടെയും അക്ഷീണ പ്രയത്നമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനതല പട്ടികയിൽ 7ാം സ്ഥാനമായിരുന്നു കോതമംഗലത്തിന്. ശനിയാഴ്ച നടത്തിയ പരിശോധനയിലാണ് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ലഭിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണിത്. 2023-24 സാമ്പത്തിക വർഷം 8.97 കോടി രൂപയാണ് അനുവദിച്ചത്. തുക പൂർണ്ണമായും ചെലവഴിച്ച് ബില്ല് ട്രഷറിയിൽ സമർപ്പിച്ചു. അനുവദിച്ച തുകയിൽ 8.50 കോടി രൂപയുടെ ബില്ലുകൾ പാസ്സായതായി വെബ്സൈറ്റിലുണ്ട്. ബാക്കി തുകയുടെ അപ്ഡേഷൻ ഉടനാകും. വിസ്തൃതിയിൽ ഏറ്റവും വലിയ ബ്ലോക്കാണ് കോതമംഗലം. പദ്ധതി വിനിയോഗത്തിൽ 1ാം സ്ഥാനത്തും. സംസ്ഥാനത്തെ 152 ബ്ലോക്കുകളിൽ നിന്നാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് ഈ നേട്ടത്തിന് കാരണം. ജീവനക്കാരും ഭരണസമിതിയും ഒന്നുചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് ഈ വിജയത്തിന് പിന്നിലെ ഊർജ്ജമെന്ന് സെക്രട്ടറി S. അനുപം പറഞ്ഞു. നിലവിൽ നമ്മുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് പദ്ധതി തുക ചെലവഴിച്ചതിൽ. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിലെ സ്ഥാനം 2ാം സ്ഥാനത്താണ് ഉള്ളത്. നമ്മുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറും ഭരണസമിതിയും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് ഈ ഒരു ഒരു അച്ചീവ്മെൻറ്റ് സാധ്യമായത്. എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഭരണസമിതിയും കൂട്ടായുള്ള പ്രവർത്തനം കൊണ്ടും കൂട്ടായി നിന്നുകൊണ്ട് ഒരേ രീതിയിൽ ഒരേ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷം പ്രവർത്തിച്ചത്. അതിൻ്റെ പരിമിത ഫലമാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു അച്ചീവ്മെൻറ്റ് ലഭ്യമായത്. സംസ്ഥാനത്ത് 2ാം സ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വളരെ ഭൂവിസ്തൃതിയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. മീഡിയ 60 കോതമംഗലം.